ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ് ആണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാനും മോനും കൂടെ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ വാ ഇവിടെ വാ. ആയിട്ടുണ്ടല്ലോ. ഹായ് പറഞ്ഞു. ഹായ്. ബൈ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചധികം നേരം കിടന്നുറങ്ങി പോയപ്പോൾ ഭയങ്കര ഒരു അവസ്ഥ എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാല്. രാവിലെ നേരത്തെ എണീറ്റാൽ ഒരു പ്രത്യേക ഒരു എനർജി ആയിരിക്കും. ഇന്ന് മൊത്തം ഒരു ഉറക്കം തോന്നിയിട്ടായിരുന്നു. പിന്നെ ഇന്ന് വോട്ട് ചെയ്യാൻ പോയി. വോട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ വോട്ട് ചെയ്ത് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതെന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഞങ്ങൾ നാളെ കോയമ്പത്തൂർ പോവാണ് കേട്ടോ. ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ. ഫ്രണ്ടല്ല, നെയ്ബറായിരുന്നു, ഭവാനി. ഞാൻ മുന്നത്തെ വീഡിയോയിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭവാനീനെ കുറിച്ച്. അപ്പോൾ ഭവാനീൻ്റെ അടുത്ത് പോവാണ്. ശരിക്ക് പോകുന്നത് വേറൊരു ആവശ്യത്തിനാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. മോൻ്റെ ഒരു സ്കേറ്റിങ്ങിൻ്റെ ട്രെയിനിങ് എടുക്കാനുണ്ട് അവിടെ കോയമ്പത്തൂർ. അപ്പോൾ അതിന് പോവാണ്. പിന്നെ ഭവാനി ഇവിടുന്ന് ഞങ്ങൾ നെയ്ബറായിരുന്നു. ഇവിടുന്ന് മാറിയിട്ട് എനിക്ക് തോന്നുന്നൊരു 1-2 വർഷം അത്രയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ പുതിയ വീടുണ്ടാക്കി പോയതാണ്. അവർ തമിഴ്നാട് ബേസ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ VKSിലായിരുന്നു രാമണ്ണ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചധികം നാളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പുതിയ വീട് വെച്ച് മാറിയതിന് ശേഷം ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും മോൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകാനുണ്ട്. ഭവാനിയുടെ വീടിൻ്റെ അടുത്താണ്, ഒരു ½ hour ഡിസ്റ്റൻസിലാണ് അക്കാദമി ഉള്ളത്. അപ്പോൾ 2 ദിവസത്തേക്ക് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സ്കേറ്റിങ്ങിനും പോവാം, ഭവാനിൻ്റെ വീട്ടിലും പോവാം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഉള്ളത്. പിന്നെ അപ്പോൾ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കോഴിക്കോടിലെ ചിപ്സ് വേണം. പിന്നെ എന്താണ്, ഒരു പ്രത്യേക തരം കത്തി ഉണ്ടല്ലോ, ഈ അമ്മമാരുടെ അടുത്തൊക്കെ ഉണ്ടാകുന്നൊരു എന്താണ്, ഒരു പച്ചപ്പിടിയോ കറുപ്പ് പിടിയോ എന്തോ ഉള്ള ആ കത്തി. അപ്പം അത് വാങ്ങണം. പിന്നെ പാപ്പു ഉണ്ട്, അവരുടെ മോളാണ്. ഇപ്പോൾ പാപ്പു എനിക്ക് തോന്നുന്നു, പാപ്പു എത്രയല്ല വാവേ? പാപ്പു സ്കൂളിൽ പോകണ്ടോ? നഴ്സറി അല്ലേ? പാപ്പു നഴ്സറിയിലാണ്. അപ്പോൾ പാപ്പുവിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ബാഗെല്ലാം ഞങ്ങൾ ഇന്നലെ രാത്രിയെ പാക്ക് ചെയ്ത് വെച്ചു. കാരണം ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാം. ലീവ് ആയതുകൊണ്ട് ചിലപ്പം കിടന്നുറങ്ങാൻ ചാൻസ് ഉണ്ട്. ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു കിളിപോയ അവസ്ഥയാണെന്ന് അറിയാം. അതുകൊണ്ട് കുറേയൊക്കെ ഇന്നലെ തന്നെ പാക്ക് ചെയ്തു. ഇനി കുറച്ച് സാധനം കൂടെ അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് റെഡിയാവും. നാളെ രാവിലെ 10:20 ഞങ്ങൾക്ക് ട്രെയിൻ കേട്ടോ. പൊതനൂറാണ് സ്റ്റേഷന്, കോയമ്പത്തൂർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പേ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ലീപ്പറൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ പാളയത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. അപ്പോൾ വെൽക്കം ടു നിത്യ ദി അൺഫിൽറ്റേഡ്. ഞാൻ ഗിയർ ഓടിക്കുന്ന വഴി ഓടിക്കുന്ന നാളെ ഞാൻ പാപ്പുവിൻ്റെ ഭവാനന്റിൻ്റെ കൂടെ കോയമ്പത്തൂർ ട്രാക്കിൽ സ്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. പാപ്പുവിന് ചിപ്സും ഒരു ഗിഫ്റ്റും എന്നിട്ട് പ്ലെയർ. ഭവാനന്റിക്ക് ഒരു ചെറിയ നൈഫും വലിയ നൈഫും.
ഞങ്ങള് സാധാരണ ഇങ്ങനെ ലിസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യാം. കാരണം കുട്ടികളായിട്ടാണല്ലോ പോകുന്നത്. ഷെയ്ക്ക് ആവുന്നുണ്ട്. കുട്ടികളായിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് എത്ര ഡ്രസ്സ് എടുത്താലും ചിലപ്പോൾ മതിയാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ലിസ്റ്റ് ആക്കി വെച്ചിട്ട് ഞങ്ങളെല്ലാം പാക്ക് ചെയ്യും. പിന്നെ ഇന്നലെ ഇതില് ഭവാനിന്റെയും പാപ്പുവിന്റെയും എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞങ്ങൾ രണ്ടാമത് എഴുതിയാൽ മതി. പിന്നെ അവനൊരാഗ്രഹം എഴുതണം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ അത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്നിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ് ഭവാനി ആന്റി 2 നൈഫ്, പാപ്പു ചിപ്സ് ഗിഫ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വാങ്ങാനുള്ളത്. ഡ്രസ്സൊക്കെ ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മോൻ്റെ സ്കേറ്റിങ്ങിന്റെ ഡ്രസ്സും പിന്നെ കുറച്ച് ഇന്നവേഴ്സും കൂടിയാണ് പാക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞങ്ങളതെല്ലാം പാക്ക് ചെയ്തിട്ട് മെല്ലെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പാളയത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ. പാളയത്ത് പോയെല്ലാം കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ ആ കത്തി എവിടെ വാങ്ങണം എന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനത്തെ കത്തി ഉപയോഗിക്കാറില്ല. കാരണം അല്ല, അങ്ങനത്തെ കത്തി എന്താണെന്ന് അറിയോ, എനിക്കിങ്ങനെ കയ്യിൽ വെച്ച് അരിയുമ്പോൾ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റും. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഷെഫ് നൈഫാണ്. അത് ഞാൻ ഓൺലൈനിൽ മേടിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഈ കത്തി എവിടെ വാങ്ങണം എന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണും. പക്ഷെ അത് എവിടെ കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല. തപ്പി നടക്കണം. പിന്നെ ചിപ്സ് വാങ്ങാൻ ഓൾറെഡി നമുക്ക് സ്ഥലം അറിയാം. പാളയത്ത് ശാസ്തയിൽ പോയിട്ട് വാങ്ങണം. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. പൊട്ടാറ്റോ ചിപ്സ് പാളയത്ത് ശാസ്തയില് കോഴിക്കോടിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബേക്കറി ആണ്. ഞാൻ ഇതുവരെ വിചാരിച്ചത് ഇവിടെ നല്ല ചിപ്സ് കിട്ടുക കുമാരിയാണെന്നാണ്, പാരഗണിന്റെ ഓപ്പോസിറ്റ്. പക്ഷെ ശാസ്ത കുറച്ചും കൂടെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടും ഇല്ല കേട്ടോ. അപ്പോ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ. ലൈവ് ആവും. ഫുഡ് വേണമെന്നല്ലോ, അതിന് പാല് മതിയല്ലോ. ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ട് ഇറങ്ങിട്ടോ. സമയം ഒരു 4:15. നല്ലൊരു അന്തരീക്ഷമാണ്. സൂര്യപ്രകാശം ഉണ്ട് നല്ല. ഇവിടെ ഞങ്ങളൊരു പൂച്ച, കുറച്ച് മക്കളുണ്ടായിട്ടുണ്ട് പൂച്ചയ്ക്ക്. കാണുന്നില്ല. ഇപ്പോഴും മീൻ്റെ മണം കിട്ടിയ അപ്പം തന്നെ വരും. അങ്ങനെയല്ല, പൂച്ചകൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ പൂച്ച അങ്ങനെ തന്നെയാണ്. നേരത്തെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. പോവാ തില്ലു. വേഗം വാ. ലിസ്റ്റ് വായിച്ചോ? എന്തൊക്കെ വാങ്ങാനുള്ളത്? ഭവാനി ആന്റിന്റെ പാപ്പുവിന്റെയും പറഞ്ഞേ. ഭവാനി ആന്റിക്ക് ഒരു ചെറിയ നൈഫ്, വലിയ നൈഫ്. പാപ്പുവിന് ഒരു ചിപ്സ്, ഒരു ഗിഫ്റ്റ്. എന്ത് ഗിഫ്റ്റാ വാങ്ങാ? കളറിംഗ് ബുക്കിന്റെ കൂടെ കളയാവും. അതാ വാങ്ങണ്ടേ? പാപ്പു തില്ലുവിന്റെ ഫേവറേറ്റ് ഫ്രണ്ടാ അല്ലേ? പോവന്നാ. ഇന്ന് എലക്ഷൻ ആയിട്ട് ലീവാണെന്നുണ്ടെങ്കിലും കോൾസ് കാര്യങ്ങളൊന്നും മിസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഫോണെടുത്ത് നോക്കിയിട്ടാണുള്ളത്. 5:30 ആകുമ്പോഴാണ് ശരിക്കും വർക്ക് കഴിയുള്ളൂ. പക്ഷേ ഇപ്പം ഇറങ്ങിയാലേ ഇരുടാവുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ തപ്പി പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഫോൺ രണ്ടും ഞാൻ വണ്ടീൻ്റെ ഉള്ളിലിട്ടു. ഈ ഫോണും കൂടെ ഒന്ന് വണ്ടീൻ്റെ ഉള്ളിലിട്ടിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങട്ടെ. എവിടെ ബാക്കിൽ നല്ല രസമല്ലേ ആ മഞ്ഞ കളറ് ചെടി. ഇത് പേരറിയില്ല, നല്ല ഭംഗിയാണിത് കാണാൻ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. വാ. അയ്യോ, അവനോട് കിടന്നുപോയി. പാളയെന്ന് ചിന്തിച്ചാൽ പിന്നെ തലയിൽ വരാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ആയിട്ട് വരും ശാസ്ത. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് സാധനങ്ങളൊക്കെ പോയിട്ട് വാങ്ങാന്ന് വിചാരിച്ചു. അവിടെ ആ പിക്ചർ പുതിയതാണോ തില്ലു? ആ സ്റ്റേജിന്റെ മേലെ ആ ഡ്രോയിങ് പുതിയതാ? ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? എവിടെ തില്ലു വോട്ട് ചെയ്ത കാണിച്ചില്ലല്ലോ. ആർക്കാ വോട്ട് ചെയ്തേ?
ആർക്കാ വോട്ട് ചെയ്തത്? എനിക്ക് അത് ആരെയാ ചവിട്ടുന്നത്? അതിൽ വല്ല ജ്ഞാനമില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞുതരാൻ അറിയില്ല. ശിവഭഗവാനാണ്. കോപം കൊണ്ട് ഇത് എന്തുകൊണ്ട് വേറെ കാലഭൈരവൻ അല്ലേ? ദേഷ്യം പിടിച്ചിട്ട് ആവുന്നത് കാലഭൈരവൻ. അപ്പോൾ അത് ചവിട്ടുന്നത് ആരെയാണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. പുതിയതായിട്ട് ആരോ വരച്ചിവിടെ കൊണ്ടുവച്ചതാണ്. നല്ല ഭംഗിയുണ്ടത്. ഇവിടെ കുറേ കുട്ടികൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സൈക്ലിങ്. ഇതിൻ്റെ ഇവിടെ ഇതിപ്പോ ഇതാരുടെ സൈക്കിള്? ചോദിച്ചിട്ടാണോ എടുത്തത്? ഹലോ. അവിടെ സ്കൂളിൻ്റെ ഉള്ളിൽ ഇലക്ഷൻ്റെ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു. ഫുള്ള് പോലീസുകാരുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കണ്ടില്ലേ, അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചുറ്റിലും മരങ്ങളും പിന്നെ അപ്പുറത്ത് കുളവും അതിൻ്റെ അപ്പുറത്ത് അമ്പലവും. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ വരും വൈകുന്നേരം. ഒരു പ്രത്യേക രസമാണ്. കളിയിൽ ഇറങ്ങിയോണ്ട് തില്ലുവിന് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടോ. കുറച്ച് നേരം അവിടെ സൈക്കിളൊക്കെ ഓടിച്ചു. വാ, ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നു പോയിട്ടൊന്ന് ചിപ്സ് വാട്ടെ, ബനാന ചിപ്സ്. ഇവിടെയാണ് ശാസ്ത. ഇന്ന് ഇലക്ഷൻ ആയിട്ട് തുറക്കൂല എന്നാണ് വിചാരിച്ചത്. തുറന്നിട്ടുണ്ട്. അവിടുന്ന് വാങ്ങിയിട്ട് ഇനി നമുക്ക് തിരിച്ച് പിന്നെ പാളയത്തേക്ക് പോയിട്ട് അവിടുന്ന്, പാളയത്തല്ല, പാപ്പുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാൻ SM പോയി നോക്കാം അല്ലേ? ടേസ്റ്റ് നോക്കി നോക്കാം. ഇഷ്ടായോ? എന്നാ വാ പോ. ഇത് ഭയങ്കര തിന്നാട്ടോ ചിപ്സ്, ഭയങ്കര തിന്നാ, നല്ല ടേസ്റ്റ് ഉണ്ട്. പാപ്പുവിനൊരു ബാഗും പിന്നെ കളറിംഗ് ബുക്കും വാങ്ങണം എന്നാണ് തില്ലുവിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾ SM സ്ട്രീറ്റിൽ വന്നതാണ്. ഇവിടെ എവിടെ തപ്പിയ ബാഗ് കിട്ടും എന്നുള്ളത് അറിയില്ല. എന്താ വേണ്ടേ? തിരിയില്ലാവും. അതിന്റെ ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ചാൽ അങ്ങനെ പാഞ്ഞു. ആ തിരി മാത്രം കത്തിച്ചാ പോവും. തിരി അതിൽ എണ്ണ വയ്ക്കണം. വെളിച്ചെണ്ണ നല്ലത് എന്തെങ്കിലും വേറെ നിൽക്കുമ്പോ അത് ഇതെല്ലാം ഉണ്ട് ഭാവേ നമുക്ക്. ഇത് വേണോ? വേണോ? എന്താ വേണ്ടത്? ബാഗ് ഇവിടെ ഇഷ്ടം പോലെ കടകളിലുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ബേബീസിന് വേണ്ടിയിട്ടുള്ള ടെഡി ടൈപ്പില്ലേ, അതാണ്. അപ്പോൾ ഇവിടെ SM സ്ട്രീറ്റിനുള്ളിൽ എവിടെ കിട്ടാന്ന് അറിയില്ല. ഞങ്ങൾ നല്ല ഇവിടെ സൈഡിലൊരു റോഡ് ഉണ്ട്, ഇടവഴി. അപ്പം ഓയാസിസിനുള്ളൊന്ന് പോകും. ആ നീല ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ട് ബാഗ്. പക്ഷെ 70 റുപ്പീസ്.
350 rupees. അത് നോക്കടാ. അത് ചെരുപ്പ് പോളിഷ് ചെയ്യാനുള്ള സാധനമാണോ? ബാഗുകൾ ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ അസംബ്ലി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പ് ബാഗ് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ തപ്പി തപ്പി ഓയാസിസിനുള്ളിലെത്തി. തിരിഞ്ഞേ ഇത് പിടിക്കടാ. ഇത് മോളത്തെ വിഷയം അടിയിലത്തെ നോക്കട്ടെ. നല്ല തോന്നല്ലേ. ഇതെടുത്താലോ? ഇത് മതി. ഇതിലിപ്പോൾ വന്നതിൽ തില്ലൂരാണ് കാര്യമായത്. കാണിക്കത് കട്ടാനയോ? എടുത്തു വെച്ചോ. അങ്ങനെ വല്ലാതെ അസമിലേക്ക് വരാറില്ല കേട്ടോ. കാരണം ഇവിടെ നല്ല തിരക്കായതുകൊണ്ടേ ഒട്ടും ഒരു സേഫ്റ്റി തോന്നൂല. പിന്നെ സിൻസിയർ ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മീഷോയിലൊക്കെ ഇതിലും മോനും കൂടെ വാ. മീഷോയിലൊക്കെ ഇതിലും വില കുറവിൽ സാധനങ്ങൾ കിട്ടാനുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലുള്ള ആകെ ഒരു ബെനിഫിറ്റ് കണ്ട് സാധനങ്ങൾ വാങ്ങാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ബാഗിന് വേണ്ടിയിട്ട് കുറേ തപ്പി. ഞങ്ങൾ നടന്ന് ഓയസിനുള്ളിൽ അവിടുന്ന് കിട്ടിയത്. വലിയ കുഴപ്പമില്ല. പക്ഷേ മോൻ അതേപോലത്തെ ഒരു ബാഗ് ഞാൻ മീഷോന്ന് വാങ്ങിയത് കുറച്ചും കൂടെ വില കുറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് മീഷോയിൽ ഇതിലും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കുറച്ചുകൂടെ വില കുറവിൽ കിട്ടും. പക്ഷേ പോകുന്നുണ്ട് എന്നുള്ളത് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് മീഷോന്ന് ഡെലിവറി ചെയ്ത് വരാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കത്തിയും കൂടെ വാങ്ങാനുണ്ട്. അതോടെ കഴിഞ്ഞാലൊന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ആര്യഭവനിൽ വന്നിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചത്. തില്ലുട്ടാ, ഇവിടുന്ന് കഴിക്കണോ അല്ലെങ്കിൽ സ്വാമി ഹോട്ടലിൽ പോണോ? കേൾക്കുന്നില്ല. സ്വാമിയില്ല. എന്നാ വാ നമുക്ക് സ്വാമിയിൽ പോവാം. സ്വാമി ഹോട്ടലിലെ ഞങ്ങളെ പ്രധാന ഭക്ഷണം. ഇത് കല്ലായിലുള്ള ഒരു ഓൾ ഇൻ വൺ ഷോപ്പാണ് കേട്ടോ. എൻ്റെ അമ്മ പറയുന്നത് പോലെ അച്ഛനും അമ്മയും ഒഴികെ മറ്റെല്ലാ സാധനവും ഈ കടയിൽ കിട്ടും. ഞങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് വീട്ടിലെത്തിട്ടോ. വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ചെറിയ സാധനമാണ്. ഇത് തില്ലുവിൻ്റെ ബാഗിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണേ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. ഇത് SM എന്ന് വാങ്ങിയല്ലോ. അത് ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. കത്തി വാങ്ങാൻ പോയപ്പോൾ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ കുറേ നടക്കാനില്ലേ, അത് പറ്റും. പക്ഷെ എന്തെങ്കിലും ഒരു സാധനം തേടി തപ്പി പോകുന്ന സമയത്ത് ഭയങ്കര ടയേർഡ് ആയി പോവാണ്. എന്തായാലും ഞങ്ങളെല്ലാം മേടിച്ച് ഇത് ഊരിയപ്പോഴത്തേനും ഊരിപ്പോയതാ. ഇത് തില്ലുവിൻ്റെ നാറൂട്ടോൻ്റെ എന്താ അതിൻ്റെ പേര്? കട്ടാനയോ? ഇതാ കട്ടാന. നോട്ടെ ഇത് എത്ര സാധനങ്ങൾ. കത്തിയോ? ഇതെന്താ? ഇതൊക്കെ എങ്ങനെ കളിക്കത്? ഇതൊക്കെ കത്തിയാണ്, ഷാർപ്പല്ല. എന്തോ കളിക്കണ സാധനം. പിന്നെ ഞങ്ങൾ പാപ്പുവിന് വേണ്ടിയിട്ട് ഇത് മേടിച്ചു കേട്ടോ. ഡക്ലിങ്ങിൻ്റെ ബാഗ്. ഇതിൽ കുറച്ചിവിടെ അഴുക്കായിട്ടുണ്ട്. വാഷ് ചെയ്താൽ പോവുമായിരിക്കും. പിന്നെ ഇതിലും ഭംഗിയുള്ളതൊന്നും അവിടെ ഇല്ല. ഇതാണ് ഉള്ളതിൽ ഭേദമായിട്ടുള്ളത്. മോൻ്റെ ഒരു ബാഗ് ഒന്ന് എടുത്തിട്ട് വരുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് SM പോയാൽ കുറേ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് ബാഗ് എന്ന് മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഞാൻ മീഷോന്നൊക്കെ മേടിക്കുമ്പോഴല്ലേ കുറച്ചും കൂടെ നല്ലത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മോന് വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിയത്. അപ്പോൾ ഇങ്ങനത്തെ ബാഗിന് വേണ്ടിയിട്ടാണ് SM പോയത്. ഇതിന് റേറ്റ് കുറവാണ് ഇതിനേക്കാട്ടിലും കേട്ടോ. എന്തോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ
കണ്ടു വാങ്ങാനാണെങ്കിൽ SM അടിപൊളിയാണ്, കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ സ്വതവേ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ SM എന്നൊക്കെ കേട്ടാൽ നല്ല വില കുറവിലാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, വില കൂടുതൽ തന്നെയാണ്. എന്തായാലും ഇപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിത് മേടിച്ചത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, എമൗണ്ട് കുറച്ച് കൊടുത്താലും നല്ലതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചു. ഞങ്ങളിനി നാളെ രാവിലെയാണ് 10:25 ഞങ്ങൾക്ക് ട്രെയിന്. അപ്പോൾ ഒരു ഈവനിങ് ഒരു 4 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ ഭവാനീൻ്റെ വീട്ടിലെത്തും. പിന്നെ 5 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാനുള്ളത്. അപ്പോൾ ഇന്നത്തെ പോലെയല്ല, നാളെ രാവിലെ കുറച്ചും കൂടെ എനർജി വേണം. കിടന്നുറങ്ങിയാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഫുൾ ഡേ. അപ്പോൾ ഇന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആ ഒരു കിളി പോയ അവസ്ഥ ഉണ്ടാവല്ലോ, കുറച്ചധികം ഉറങ്ങിയാൽ. കുറച്ചധികം ഒന്നുമില്ല കേട്ടോ, ഞാൻ 6:15 കണ്ണു തുറന്നു. പിന്നെ കടന്ന് ഒപ്പിച്ച് ഒരു 9 മണി വരെ ബെഡിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലാഗ് മൊത്തം. അപ്പോൾ നാളെ എന്തായാലും അങ്ങനെ പറ്റില്ല, നേരത്തെ എണീക്കണം, എന്നാലാണ് ഒരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെയാണ്. തൽക്കാലം ഞാനിവിടെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നാളത്തത് ഞാൻ വേറൊരു വ്ളോഗായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ പറഞ്ഞാലോ. ബൈ, ടാറ്റാ.